ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായി ഞാൻ യൂട്യൂബിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ടൈം 4 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൈം നോക്കാം കേട്ടോ. ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള, അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ നീച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സമയം നിങ്ങൾക്ക് കാണിച്ചു തരാം. 4:05 ആയിട്ടുണ്ട് കേട്ടോ. 4:45 ആകുമ്പോഴേക്ക് ഇറങ്ങണം. അപ്പോൾ മൊത്തം സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉള്ളത് കൊണ്ട് റോഡിൽ കൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേടിക്കാനൊന്നുമില്ല. പക്ഷേ നേരം വെളുത്തിട്ടില്ല, കുറച്ച് ഇരുട്ടാണ് കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി ബ്രഷ് ചെയ്ത് റെഡി ആവണമല്ലോ. എന്നിട്ട് വേണം ഞാൻ റെഡി ആയിട്ട് വേണം ഏട്ടനെ വിളിക്കാൻ. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ റെഡി ആവണം, അതാണ് ലക്ഷ്യം. ഞാൻ കുളി കഴിഞ്ഞ് കഴിഞ്ഞ് ഏട്ടനെ വിളിക്കണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആവണ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പോൾ ഏട്ടൻ മുഖത്ത് തണുപ്പടിക്കും, കാരണം 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ തണുപ്പടിക്കാൻ വേണ്ടിയിട്ട് കർച്ചീഫും കാര്യങ്ങളൊക്കെ കെട്ടിയിരിക്കുകയാണ്, ജലദോഷമാവും വേണ്ടി. ഇതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഫോണ്, കുറച്ച് പൈസ, പിന്നെ ലിപ്സ്റ്റിക്ക് മെയിൻ ആണല്ലോ. പിന്നെ ഞങ്ങൾ പോവാൻ കേട്ടോ. അപ്പോൾ വേറൊരു ചേട്ടനും ചേച്ചിയും കൂടി ഉണ്ട് കോഫി ഹൗസിലുള്ള തന്നെ. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യും. അവർ കുറച്ച് റൂം കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അവരവിടെ അമ്പലത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും റെഡിയായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. രാത്രിയാണ്, പക്ഷേ ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റുകളാണ്. പേടിക്കാൻ ഒരു ഇതുമില്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, കാരണം 2 ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളും. അപ്പോൾ അവിടെ ഒരു പുതിയ പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യൂ കേട്ടോ, നല്ല രസമുണ്ട്. പോയിട്ടില്ല, ഒരു ദിവസം ഇനി പോകണം കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ദൂരം യാത്ര ഉണ്ടെന്ന് തോന്നണേ. പകുതി എത്തിയപ്പോൾ റോഡൊക്കെ നനഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്യാതിരുന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പോകുന്നത്. പിന്നെ ഇഷ്ടിക എന്തോ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്ത പണ്ടത്തെ ആ രീതിയിൽ അങ്ങനെ ജീവിക്കണം കേട്ടോ. രാവിലെ തന്നെ കണ്ടോ പശുവിനെയൊക്കെ കൊണ്ട് ഇറങ്ങിയിരിക്കും. ഇത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, റോഡിൽ കൂടെ വെറുതെ നടക്കായിരിക്കും. ഇതിന് ഉടമസ്ഥനുണ്ടോയെന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. നല്ല വ്യൂ കേട്ടോ. അതുപോലെ എവിടുത്തെ വീടുകളാണ് കേട്ടോ. രാവിലേക്ക് നേരത്തെ നീച്ച് ഓരോരുത്തരുടെ പണിത്തിരക്കുകളിലാട്ടോ. ഇവിടെ മറ്റേ എന്താ മരത്തിൻ്റെ ഇതുകൊണ്ടോ എന്തൊക്കെയോ കൊണ്ടല്ലേ പണ്ടത്തെ രീതിയിൽ പല്ല് തേക്കുകയൊക്കെ ചെയ്യില്ലേ, ബ്രഷ് ചെയ്യണത്, അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്താറായി കേട്ടോ. കുറേ ടീംസ്, നല്ല സൺഡേ ആയതുകൊണ്ടും പിന്നെ ഇന്നാണ് ഞങ്ങൾ പോയ ദിവസമായിരുന്നു ലാസ്റ്റ് ദിവസം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇവരിവിടെ എത്തിയിട്ടോ, ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ അത്ര തിരക്ക് വെച്ചപ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് പറഞ്ഞു. സൺഡേ ആയിരുന്നില്ല കേട്ടോ, സോറി, എനിക്ക് മാറിപ്പോയതാ. സൺഡേ ആയിരുന്നില്ല കേട്ടോ, വേറെ ഇത് ഒഴിവ് ദിവസം ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെ പുലിയുടെ പിക്ചറൊക്കെ എടുത്ത് കണ്ടോ. പുലിയൊക്കെ ഉണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറഞ്ഞിട്ടുള്ള പോക്കാട്ടോ ഈ പോകണത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇതാട്ടോ. അതിൽ ഒരാൾ കണ്ടോ ഫസ്റ്റ് കയറി സീറ്റ് പിടിച്ചൊക്കെ ഞങ്ങൾ പുറകിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അടി ഉണ്ടാക്കി, ഞങ്ങൾ പുറകില്ല. അപ്പോൾ ഞങ്ങൾ പുറകിലിരുന്ന് ഞങ്ങൾക്കൊന്നും കാണില്ല പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ കയറിയിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് രംശൻ്റെ കൂടെ വീഡിയോ എടുത്ത് രംശേട്ടൻ ഫോട്ടോ എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. കണ്ടോ ഇങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ. മൊത്തം ഫുള്ളും ഓപ്പൺ ജീപ്പുകളാണ് കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ബസ്സുണ്ട്, അതും ഫുള്ള് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പുലിനെ കാണുമ്പോൾ നമ്മൾ സൗണ്ടൊന്നും ഉണ്ടാക്കരുത്, നമ്മൾ ഒച്ചയൊന്നും ഉണ്ടാക്കരുത് കണ്ട് അവർ കൊണ്ടുപോകും കേട്ടോ. കാരണം അത്രയും സൈലൻ്റ് ആയിരിക്കണം. അപ്പോൾ ഞങ്ങൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക്, ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫോറസ്റ്റ് പറഞ്ഞാൽ വലിയ പേടിക്കാൻ മാത്രമല്ല, പക്ഷേ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പോകാൻ ഭയങ്കര രസമുണ്ട്. കാരണം വെയിലൊന്നുമില്ല, 2 ദിവസം മഴ ചെയ്തുകൊണ്ട് ആ മഴ മൂടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതായിരുന്നു. പുലി അപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം കുടിക്കാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് കാട്ടുപോത്തിനെ കണ്ടത് കേട്ടോ. കാട്ടുപോത്ത്, പക്ഷേ ഇതെന്താ പശുവിൻ്റെ ആ ഒരു ഇതിൽ പെട്ട എന്തോണെന്നാണ് പറഞ്ഞത്. കാട്ടുപോത്താണ്, പക്ഷേ അതിൻ്റെ കാലിൽ കണ്ടോ വെള്ള കളർ. അതുകൊണ്ട് അവർ ഗൈഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ. അപ്പോൾ അവരങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഇതിൻ്റെ കുറച്ച് 2-3 ആളെല്ലാം കാട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അത് കണ്ട് അപ്പുറത്തെ സൈഡ് നോക്കിയപ്പോഴാണ് കാട്ടിൻ്റെ ഉള്ളിൽ 2-3 ആളെല്ലാം വേറെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഇപ്പുറത്തുണ്ടായിരുന്ന സാധനം ക്രോസ് ചെയ്ത് പോയത് കേട്ടോ. ഇതെന്താ സാധനം വെച്ചത്? ഇത് കാട്ടുപോത്തോ ഇത് പുലി എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് പിന്നെ കാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ കുരങ്ങന്മാർ, സിംഹവാലൻ കുരങ്ങും അല്ലാത്ത സാധാരണ നോർമലായിട്ടുള്ള കാണാനൊക്കെ ഇഷ്ടം പോലെ കാണട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുഴ, അരുവി എന്തോ ഉണ്ടോ, ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ. 2 ദിവസമായിട്ടൊരു മഴ പെയ്ത്. പിന്നെ ഇത് മഴക്കാലത്ത് അടച്ചിട്ടോ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറിയില്ല. മൊത്തം വെള്ളമൊക്കെ ഈ പുഴ അരുവികളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. കുറേ മാനിൻ്റെ കൂട്ടോട്ടോ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. 3 മണിക്കൂറോളം യാത്ര ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കധികം മൊത്തം ചുറ്റി കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വേറെ ടിസ്റ്റ് ഉണ്ടായി, ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഇതുണ്ട്, ഇവിടെയൊക്കെ മൊത്തം വെള്ളം ഉണ്ടാവുന്ന സമയമാണ്. പക്ഷേ എനിക്ക് അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് അടച്ചിരുന്നു തോന്നുന്നു. കാരണം അപ്പോൾ ഇത് കൂടെ വണ്ടിയൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഫുള്ള് വറ്റി വരണ്ടിരിക്കുക കേട്ടോ. 2 ദിവസമായിട്ടുള്ളൂ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇനി മഴക്കാലം ആകുമ്പോഴേക്കും അതുകൊണ്ടായിരിക്കും അടയ്ക്കുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു. കണ്ടോ മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങും, അങ്ങനെ എന്ത് രസം. മാനൊക്കെ നമ്മളെപ്പോഴും കാണുന്നതെന്നൊക്കെ പറയും, പക്ഷേ നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ വണ്ടിയിലൊക്കെ പോയി യാത്ര ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും കൂടി ആയിട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോകുമ്പോൾ രസമല്ലേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് കണ്ടുള്ളൂ. പിന്നെ ഇതിനൊരു
പുലിയില്ലേ ചോദിക്കും, പുലിനെ കാണാനാണ് പോണ് പറഞ്ഞിട്ട്. പക്ഷെ പുലിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് മൊത്തം മാനുകളാട്ടോ കൂടുതലും കണ്ടത്. മാന്, കുരങ്ങന്മാരാണ് കേട്ടോ. ഈ മറ്റേ കാട്ടുപോത്തിനൊക്കെ ആ ഒരു ടൈമിൽ മാത്രം ഫസ്റ്റ് 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറേ ഇഷ്ടം പോലെ വഴികളുണ്ട് കേട്ടോ. ആ വഴികളിൽ കൂടെ, അതായത് എന്തോരം വഴികളാണെന്ന് പോലെ, ഒരു വഴി കൂടെ പോയ വേറെ സ്ഥലത്തെത്തും, അങ്ങനെ ഇഷ്ടം പോലെ വഴികളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പുലിനെ കാണാൻ പോകലാണല്ലോ ലക്ഷ്യം. കുറേ വഴികളുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലെ നമ്മളൊന്നും കഴിക്കാത്തത് കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ അവിടെ ഇറക്കി. ഫുഡ് പറഞ്ഞാൽ ഒന്നും കിട്ടി, ഒന്നും ആയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിലും ഇവിടുത്തെ സമൂസ, ചായ എന്തൊക്കെയാണ്. ചായയൊന്നും ഞാൻ കുടിക്കാത്തതുകൊണ്ട് പിന്നെ അതൊന്നുമില്ല. ഇവരൊക്കെ കുറേ 2-3 ആൾക്കാർ ചായ മേടിച്ച് കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസൊക്കെ കുറച്ച് അവിടെ നിന്ന് പെറുക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ടോയ്ലറ്റൊക്കെ പോകണമെങ്കിൽ ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ സംഭവം ഇതൊക്കെ വെച്ചിരിക്കുന്നത്. 2 കപ്പിൾസ് വരുന്നുണ്ട് കുണുങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് മീൻസ് ഞങ്ങൾ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അതാ പുലീൻ്റെ കാൽപ്പാട് കണ്ടു കേട്ടോ. അപ്പോൾ പുലീനെ കണ്ടില്ലേക്കും. ഇല്ല ഗൈസ്, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ഇതിന് മുമ്പ് പോയൊരു പുലീനെ കണ്ടൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് ആ വീഡിയോ കേട്ടോ. ഇതിന് മുമ്പ് ആദർശ് പോയ സമയത്ത് കണ്ടതാട്ടോ. പുലി ഉണ്ട് ഗൈസ്. ഇവർ ആ തണുപ്പ് ടൈമിലാട്ടോ പോയത്. അപ്പോൾ ഈ വെയിലൊക്കെ കൊള്ളാൻ ഇറങ്ങണമായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അടുത്തുനിന്ന് കണ്ടു എന്ന് പറഞ്ഞു കേട്ടോ. പുലീനെ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല. അപ്പോൾ അവൻ പോയപ്പോൾ കണ്ട വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ തന്നെ കേട്ടോ, മരത്തിൽ മൊത്തം തേനീച്ച കൂടാട്ടോ. ഫുള്ള് തേനീച്ച കൂടാണ്. ഇത് മൊത്തം കാണുന്ന തേനീച്ച കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെയൊക്കെ ഇറങ്ങി. പിന്നെ തിരിച്ചിറങ്ങി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാം, റൂമിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. സമയം 10 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓഫീസ് ഹൗസിൽ പോയിട്ട് മസാല ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ലാസ്റ്റുള്ളതൊന്നും ഞാൻ എടുത്തില്ല. എല്ലാവരും ക്ഷീണിച്ച് ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.